ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട എന്നാണ് യൂണിവേഴ്സ് തരുന്നത്. നിങ്ങൾ വിഷമിക്കുന്ന രീതിയിൽ ഒന്നും കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ നെഗറ്റിവിറ്റിയെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക എന്നതാണ് യൂണിവേഴ്സിൻ്റെ ആദ്യം തന്നെയുള്ള സന്ദേശം. അപ്പോൾ അതുകൊണ്ട് എന്ത് പ്രശ്നം മനസ്സിലുണ്ടായാലും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നെഗറ്റീവായി ഒന്നും സംഭവിക്കില്ല. പ്രപഞ്ചം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കുക. നെഗറ്റീവ് ആയി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നെഗറ്റിവിറ്റി തന്നെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. എന്തോ പ്രശ്നത്തിലാണ് നിങ്ങൾ. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ച് ഓരോന്ന് ഇങ്ങനെ ആലോചിച്ച് നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നതിനേക്കാൾ ഭേദം നിങ്ങളോട് എംപത്തൈസ് ചെയ്യുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ അച്ഛനമ്മമാരോ സഹോദരങ്ങളോ ആരായാലും, അല്ലെങ്കിൽ പുസ്തകങ്ങളായാലും യൂട്യൂബിലെ ഗൈഡൻസ് ആയാലും എന്തായാലും പാട്ടായാലും വേണ്ടില്ല, അങ്ങനെയുള്ളൊരു ഹെൽപ്പ് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാനാണ് പറയുന്നത്. ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ച് കൂട്ടി വെറുതെ പ്രശ്നങ്ങൾ വലുതാക്കരുത് എന്നാണ് ഏഞ്ചൽസിൻ്റെ നിർദ്ദേശം. ഇൻ ദ നിയർ ഫ്യൂച്ചർ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അടുത്ത് തന്നെ സംഭവിക്കും എന്നാണ് പറയുന്നത്. ഒട്ടും ആകുലപ്പെടേണ്ട, അത് സമാധാനമായിരിക്കുക. അടുത്ത് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് നടക്കും. അത് പോസിറ്റീവായ രീതിയിൽ നടക്കും എന്നാണ് പറയുന്നത്. വീണ്ടും ആ നോയുടെ മറ്റൊരു വേർഷനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്ന നെഗറ്റിവിറ്റിയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല. ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്ത് അതിലൊരു വിജയം കണ്ടെത്താതെ വിഷമിച്ചിരിക്കുന്ന ആളുകളായിരിക്കാം. നിങ്ങളോട് ഒരു പുതിയ രീതിയിൽ, നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ നിന്നും മാറി മറ്റൊരു രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കാനാണ് പറയുന്നത്. അതിൽ നിങ്ങൾക്ക്